എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒരു തുടർഭാഗമെന്ന നിലയിൽ വേണമെങ്കിൽ പറയാം. അതായത് ഒരു സൈൻ വേവ് ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡിലെ ICയിലോട്ട് റൈറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമർ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അതായത് Pickit3 ആണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. അത് ഇതിൻ്റെ ജെനുവിൻ പ്രോഗ്രാമറാണ്, അതായത് മൈക്രോ ചിപ്പിൻ്റെ തന്നെ പ്രോഗ്രാമറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം വരുന്ന IC ഇടുന്ന അഡാപ്റ്റർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന 30F2010 എന്ന് പറയുന്ന പിക് സീരീസിൽ വരുന്ന DSP IC ആണ്. ഈ IC ഈ അഡാപ്റ്ററിൽ ഇട്ടിട്ടാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ IC ഇടുമ്പോൾ തന്നെ ഈ പ്രോഗ്രാമർ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ IC ഇടുന്ന അഡാപ്റ്റർ എങ്ങനെ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു അഡാപ്റ്ററുണ്ട്. 40 ലെഗിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അതായത് മൾട്ടി പ്രോഗ്രാം അല്ലെങ്കിൽ വിവിധ തരം ICയിലോട്ട് റൈറ്റ് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ് ഇത്. സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന 30F2010 എന്ന് പറയുന്ന 28 ലെഗുള്ള IC, 40 ലെഗുള്ള ICയുടെ അഡാപ്റ്ററാണ് അവർ തന്നിരിക്കുന്നത്. അതായത് വിവിധ തരം പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് ഈ 30F2010 എന്ന് പറയുന്ന IC ആണ്. അപ്പോൾ ഈ 40 പിന്നുള്ള അഡാപ്റ്റർ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ. ലെഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ IC ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ IC മാത്രം ഇടാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു അഡാപ്റ്ററാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് 28 ലെഗിൻ്റെ ICയുടെ അഡാപ്റ്ററാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അഡാപ്റ്റർ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് ഈ പ്രോഗ്രാമറിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ പലർക്കും അതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഇതിൻ്റെ ലൈനുകൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് സേഫായിട്ട് ഇതിൽ ഒരു IC ഇട്ട് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഈ കണക്ഷനുകൾ കൊടുക്കേണ്ടത്. 6 വയറുകൾ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഈ 6 വയറുകൾ എങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും, കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് പ്രോഗ്രാം ചെയ്യാനുള്ള IC അഡാപ്റ്റർ ഉണ്ടാക്കുവാനുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു PCB ആണ്. ഒരു ചെറിയൊരു PCB, അതായത് ഡോട്ടഡ് PCB ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട അഡാപ്റ്റർ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 30F2010 അതിന് ഉതകുന്ന രീതിയിലുള്ള അഡാപ്റ്ററാണ്. അതായത് 28 ലെഗിൻ്റെ അഡാപ്റ്ററാണ്. ഒരു സൈഡിൽ 14, മറ്റേ സൈഡിൽ 14. ഇതേപോലത്തെ അഡാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെർട്ടറിൻ്റെ പ്രോഗ്രാം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ IC ഇടുമ്പോൾ ലെഗുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാതെ സേഫ് ആയിട്ടിരിക്കും. അതായത് ICയുടെ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ IC കേടായി പോകാൻ സാധ്യതയുള്ളതാണ്. കൂടാതെ ഇതിൽ വരുന്നത് പ്രോഗ്രാമിലോട്ട് വയർ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 5 പിൻ RMC ആണ്. കൂടാതെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. LED ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാനായിട്ട് ഒരു 2K2 റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ സെക്ഷൻ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഒരു 47 μF 25 വോൾട്ടിൻ്റെ ഇലക്ട്രോലജി കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. ഇത് 5 പിൻ RMC പിന്നെ. ഇതിനു മുമ്പത്തെ പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം സർക്യൂട്ട് തന്നെയാണ്. ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് LED കണക്ഷനാണ്. അപ്പോൾ LED ഇവിടെ വെക്കുന്നത് ഇതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതിനാണ്. അതായത് ഈ ലോജിക് പവർ Pickit3യിലും ഇവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഈ സെയിം സ്റ്റാറ്റസ് നമ്മൾ ഉണ്ടാക്കുന്ന അഡാപ്റ്ററിലും വെക്കുമ്പോൾ ഈ അഡാപ്റ്റർ വർക്കിംഗ് ആണോ ഇല്ല എന്ന് അറിയാനായിട്ട് നമുക്ക് എളുപ്പം സാധിക്കുന്നതാണ്. കാരണം IC ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഈ LED ബ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം നോക്കാം. സർക്യൂട്ട് ഫോർ Pickit പ്രോഗ്രാമർ കണക്ഷൻ ഡയഗ്രാം. ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം ഇവിടെ 28 പിന്നിൻ്റെ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ 30F2010 IC. നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മാതിരി കണക്ഷൻ കൊടുത്താൽ യാതൊരു കൺഫ്യൂഷനും വരില്ല. ഇവിടെ ലോജിക് പവർ Pickit3യുടെ കണക്ഷൻ ഭാഗത്ത് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ആരോ മാർക്കിന്റെ ഒരു കട്ടിംഗ് ആണ്. അതിന് നേരെ തന്നെയാണ് ഒന്നാമത്തെ പിന്ന് വരുന്നത്. ബാക്കി 2, 3, 4, 5, 6 അത്രയുമാണ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ആ പിന്ന് മാറിപ്പോകാതെ തന്നെ കുത്തുക. കാരണം അതൊരു ബെർജിങ് പിന്നാണ് കൊടുത്തിരിക്കുന്നത്. ബെർജിങ് പിന്നിൽ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്ന് തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയി
പോയി കഴിഞ്ഞാലും IC കേടായി പോകും. അപ്പോൾ ഒന്നാമത്തെ പിന്ന് ICയുടെ ഒന്നാമത്തെ പിന്നിൽ തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ പിന്ന് ICയുടെ 13, 20, 28 വരുന്നത്. മൂന്നാമത്തത് 8, 19, 27 വരേണ്ടത്. നാലാമത്തത് 17ാമത്തെ പിന്നിൽ മാത്രമാണ്. അഞ്ചാമത്തത് 18ാമത്തെ പിന്നിൽ മാത്രമാണ്. ആറാമത്തത് NC ആണ്, അതായത് നോ കണക്ഷൻ. ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് മൂന്നാമത്തെ പിന്നിലും പ്രോഗ്രാമറിന്റെ രണ്ടാമത്തെ പിന്നിലും മൂന്നാമത്തെ പിന്നിലും തമ്മിലാണ് ഒരു കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത്, അതായത് ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. അപ്പോൾ രണ്ടാമത്തെ പിന്ന് പോസിറ്റീവ് സൈഡും മൂന്നാമത്തെ പിന്ന് നെഗറ്റീവ് സൈഡുമാണ്. ഈ നെഗറ്റീവ് സൈഡിൽ തന്നെയാണ് LED-യുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പിന്നിൽ നിന്നും ഒരു 2K2 റെസിസ്റ്റർ എടുത്തിട്ടാണ് LED-യിലോട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ആദ്യമായിട്ട് IC ബേസ് അല്ലെങ്കിൽ ICയുടെ അഡാപ്റ്റർ PCBയുടെ ഏകദേശം മധ്യഭാഗത്ത് പിടിപ്പിക്കുക. ഏകദേശം അരികത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ കണക്ഷൻ എല്ലാം നമ്മൾക്ക് ഇതിൽ പ്രിന്റ് പോലെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അതായത് ഈ ഡോട്ടിൽ കൂടി ലെഡ് ഇട്ട് തന്നെ ഒരു ട്രാക്ക് ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അതേപോലെ ഇതിന്റെ കണക്ഷൻ പുറത്തോട്ട് എടുക്കാവുന്നത് ഈ അരികത്തെ ഏകദേശം മധ്യഭാഗത്ത് കണ്ട് ഇത് ഇടുക. പിന്നെ വരുന്നത് റെസിസ്റ്റർ LED ആണ്. അത് 28ാമത്തെ പിന്ന് 27ാമത്തെ പിന്നിന്റെ അരികത്ത് തന്നെ ഇടുക. നമുക്കപ്പോൾ ഇതൊന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ വർക്ക് മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ട്രാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രാക്ക് ഉണ്ടാക്കിയ ശേഷം ഇത് വാഷ് ചെയ്ത് മൾട്ടിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ബസർ മോഡിൽ ഇട്ടിട്ട് എല്ലാ പോയിന്റിലും പ്രോബ് ടച്ച് ചെയ്ത് ഷോർട്ടിംഗ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പ്രോഗ്രാമറിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് പ്രോഗ്രാമറിൽ കണക്ട് ചെയ്ത് IC ഇട്ടിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാം. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ നമുക്ക് പ്രോഗ്രാമറിലോട്ട് കണക്ട് ചെയ്യാം. ഇത് നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമറാണ്. ഈ പ്രോഗ്രാമറിന്റെ വയറ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമറായിട്ട് ബന്ധിപ്പിക്കുവാനായിട്ട് 5 പിൻ RMC വയർ വേണം. അതിൻ്റെ അറ്റത്തെ ബെർജ് കണക്ടർ വേണം. അത് ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇതിൽ പറഞ്ഞ സെയിം കണക്ഷൻ തന്നെയാണ്. ഈ 5 പിൻ RMCയിൽ നിന്നും വരുന്ന വയർ 1, 2, 3 പ്രകാരം ഈ ബെർജ് കണക്ടറിൽ, അതായത് ഒരു ചെറിയ PCB എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൽ സോൾഡർ ചെയ്ത് ആ വയർ ഇട്ടിട്ട് ഗ്ലൂ ഗൺ പശ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമറിലോട്ട് ഇത് കണക്ട് ചെയ്യാം. ഒന്നാമത്തെ പിന്ന് നമ്മളിവിടെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ അഡാപ്റ്ററിന്റെ ഒന്നാമത്തെ പിന്നിലോട്ടാണ് പോയിരിക്കുന്നത്. നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇനി USB കേബിൾ കണക്ട് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും നമ്മളുടെ പ്രോഗ്രാമറും അഡാപ്റ്ററും എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണാൻ ബുദ്ധിമുട്ടാണ്, ലോങ്ങിൽ കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമർ കേബിൾ കുത്തി കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ കേബിൾ കുത്തിയിട്ടുണ്ട്. കേബിൾ കുത്തുമ്പോൾ ഈ യൂണിറ്റ് ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ആക്റ്റീവ് ലൈറ്റ് കത്തും. സ്റ്റാറ്റസ് ഉണ്ട്, അത് റെഡ് ആണ്. ഈ സ്റ്റാറ്റസ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റാറ്റസ് നമ്മൾ റീഡ് കൊടുത്താലോ റൈറ്റ് കൊടുത്താലോ എല്ലാം ഈ സ്റ്റാറ്റസ് കാണിക്കും. നമ്മൾ ഇവിടെ ഒരു പിക്ക് IC ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒന്ന് റീഡ് കൊടുക്കാം. കാരണം ഇതിൽ പ്രോഗ്രാം ഉള്ളതാണ്, ബ്ലാങ്ക് IC അല്ലാത്തതുകൊണ്ട് നമുക്ക് റീഡ് കൊടുക്കാം. അപ്പോൾ റീഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്റ്റാറ്റസ് ലൈറ്റും കത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൈറ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോഴും ഡിവൈസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്.
ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് Pickit3 എന്ന പ്രോഗ്രാമറിൽ IC ഇടുന്ന അഡാപ്റ്റർ ഡോട്ടഡ് PCBയിൽ കണക്ട് ചെയ്ത് വയറിംഗ് ഒക്കെ ചെയ്ത് കണക്ട് ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.